നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഇന്ത്യയെ ഒന്നാമതാക്കാനുള്ള നയങ്ങളാണ് നരേന്ദ്രമോദി നടപ്പാക്കിയിട്ടുള്ളതെന്ന് പ്രശംസിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. മേക്ക് ഇന്ത്യ ഉദ്യമം ആഗോളതലത്തിൽ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും വികസനത്തിനുള്ള സുസ്ഥിരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് മോദി സ്വീകരിച്ചിട്ടുള്ള നയങ്ങൾ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും പുടിൻ പറഞ്ഞു. റഷ്യയുടെ നിർമ്മാണശാലകൾ ഇന്ത്യയിൽ ആരംഭിക്കാൻ ഞങ്ങൾ തയ്യാറെടുക്കുകയാണെന്നും ഇതിൻ്റെ ആദ്യ ചുവടുവയ്പായി റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റ് ഇന്ത്യയിൽ $20 മില്യൺ നിക്ഷേപം നടത്തിക്കഴിഞ്ഞുവെന്നും പുടിൻ പറഞ്ഞു. മോസ്കോയിൽ നടന്ന നിക്ഷേപക ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി സംസാരിച്ചത്. വയനാട് ദുരന്തത്തിൽ പൂർണ്ണമായി വീടുകൾ തകർന്നവരുടെയും അപകട മേഖലയിലുള്ള വാസയോഗ്യമല്ലാത്ത വീടുകളിലുള്ളവരുടെയും പുനരധിവാസം ഒരേ സമയം തന്നെ നടക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. വയനാട് പുനരധിവാസം സംബന്ധിച്ച സർക്കാർ ഉത്തരവിനെതിരെ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് മന്ത്രി വിശദീകരണവുമായി എത്തിയത്. പുനരധിവാസം 2 ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി വീടുകൾ തകർന്നവരെയും അപകട മേഖലയിലുള്ള വാസയോഗ്യമല്ലാത്ത വീടുകളിലുള്ളവരെയും 2 വിഭാഗങ്ങളിലായി കണ്ട് പട്ടിക മാത്രമാണ് ചെയ്യുന്നതെന്നും 2ഇടത്തെയും പുനരധിവാസം ഒരേ സമയം തന്നെ നടക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു. വയനാട് ദുരന്തത്തിനുള്ള ധനസഹായത്തിൻ്റെ കാര്യത്തിൽ പാർലമെന്റിൽ ഇന്നലെ ചർച്ച നടന്നില്ല. ദുരന്ത നിവാരണ നിയമ ഭേദഗതി ബില്ലിലെ ചർച്ചയിൽ വിഷയം പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലെ MPമാരും ഉന്നയിക്കാൻ തീരുമാനിച്ചിരുന്നു. കേന്ദ്രമന്ത്രി അമിത് ഷാ മറുപടിയും ഇക്കാര്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ലോക്സഭ ബഹളം കാരണം പിരിഞ്ഞതിനാൽ ബില്ല് ചർച്ചയ്ക്കെടുത്തില്ല. തിങ്കളാഴ്ച ഇക്കാര്യം ഇനി ഉന്നയിക്കാനാകുമെന്ന് MPമാർ പറഞ്ഞു. 9,000 പേർക്ക് ജോലി നൽകുമെന്ന് ഉറപ്പു നൽകിയ ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെടുന്നതെന്നും ആരുമായും ചർച്ച ചെയ്യാതെ സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത് വിചിത്രമായ നടപടിയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പദ്ധതി എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നുള്ള ടീകോമിൻ്റെ പിന്മാറ്റത്തിന് പിന്നാലെ വിവാദങ്ങൾ. പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം കരാറിന് വിരുദ്ധമെന്ന് റിപ്പോർട്ട്. 2007 സ്മാർട്ട് സിറ്റി കരാർ പ്രകാരം പദ്ധതി പരാജയപ്പെട്ടാൽ ടീകോം സർക്കാരിനാണ് നഷ്ടപരിഹാരം നൽകേണ്ടതെന്നാണ് റിപ്പോർട്ട്. ടീകോമിന് സർക്കാർ ഒരു നഷ്ടപരിഹാരവും നൽകേണ്ടതില്ലെന്ന് കരാർ ഒപ്പിട്ടപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ്റെ IT ഉപദേഷ്ടാവ് ജോസഫ് G മാത്യുവും പ്രതികരിച്ചു. ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കത്തിൽ ദുരൂഹത ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 246 ഏക്കർ ഭൂമി സ്വന്തക്കാർക്ക് നൽകാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. CPMൻ്റെയും BJPയുടെയും വികസന വിരുദ്ധ സമീപനം മൂലം കേരളത്തിൽ വൻ IT കുതിച്ചുചാട്ടം കൊണ്ടുവരേണ്ടിയിരുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയും ഇല്ലാതായെന്ന് K സുധാകരൻ MPയും വ്യക്തമാക്കി. ദശാബ്ദങ്ങളായി അടയിരുന്ന ഒരു പദ്ധതി റദ്ദാക്കുമ്പോൾ കേരളത്തിലേക്ക് വരാനിരിക്കുന്ന നിക്ഷേപകർക്ക് എന്തു സന്ദേശമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്നും K സുധാകരൻ ചോദിച്ചു. സ്മാർട്ട് സിറ്റി പദ്ധതി എന്ന ആശയത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങുന്നില്ലെന്നും സ്ഥലം പൂർണ്ണമായും സർക്കാർ മേൽനോട്ടത്തിൽ ഉപയോഗിക്കുമെന്നും വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് വ്യക്തമാക്കി. ടീകോം കരാർ പിന്മാറാൻ നേരത്തെ തന്നെ കത്ത് നൽകിയിരുന്നതായും ഒരു കമ്മിറ്റി രൂപീകരിച്ച് അവർക്ക് നൽകേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ച് തീരുമാനിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ടീകോം UAEക്ക് പുറത്ത് കാര്യമായ പദ്ധതികളൊന്നും നടത്തുന്നില്ലെന്നും പദ്ധതിയിൽ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നും 2 കൂട്ടരുടെയും താൽപര്യപ്രകാരമാണ് ഭൂമി തിരിച്ചുപിടിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. LDF സർക്കാർ സ്മാർട്ട് സിറ്റിയെ ഞെക്കിക്കൊന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. നഷ്ടപരിഹാരം നൽകുക എന്നത് വിചിത്രമായ നടപടിയാണെന്നും വലിയ പ്രതീക്ഷയിൽ UDF കൊണ്ടുവന്ന പ്രൊജക്റ്റാണിതെന്നും അദ്ദേഹം പറഞ്ഞു. നഷ്ടപരിഹാരം നൽകുന്നതോടെ പരാജയം പൂർണ്ണമായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കം അഴിമതിയാണെന്ന് മുതിർന്ന നേതാവ് കോൺഗ്രസ് നേതാവ് മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ടീകോം വാഗ്ദാന ലംഘനം നടത്തിയ കമ്പനിയാണ്, അതിനാൽ ടീകോം ആണ് നഷ്ടപരിഹാരം നൽകേണ്ടതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൻ്റെ ദേശീയപാതാ പദ്ധതികൾക്ക് എത്ര ലക്ഷം കോടിയും നൽകാൻ കേന്ദ്രം തയ്യാറാണെന്ന് നിർമ്മാണ സാമഗ്രികളുടെ GST വേണ്ടെന്ന് വെച്ചാൽ സ്ഥലമേറ്റെടുപ്പിനുള്ള സംസ്ഥാന വിഹിതം നൽകേണ്ടതില്ലെന്നും കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. സ്ഥലമേറ്റെടുപ്പിനായി സംസ്ഥാന സർക്കാർ 5000 കോടി രൂപ നൽകിയതായും കൂടുതൽ തുക നൽകാൻ നിർവാഹമില്ലെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായും മന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു.
കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ. നവീൻ ബാബുവിൻ്റെ ഭാര്യ നൽകിയ ഹർജി നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. സർക്കാർ തീരുമാനം ഹൈക്കോടതിയെ നാളെ ഇക്കാര്യം അറിയിക്കും. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുടുംബത്തിൻ്റെ എല്ലാ ആശങ്കകളും പരിശോധിക്കുമെന്നും കൊലപാതകമെന്ന ആരോപണത്തിലും അന്വേഷണം നടത്തുമെന്നും സർക്കാർ പറയുന്നു. CPM-ഉം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന നിലപാടിലായിരുന്നു. സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും അടിയന്തര മെഡിക്കൽ പരിശോധനയ്ക്ക് പ്രത്യേക ടീമിനെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ശിശുക്ഷേമ സമിതി DMOക്ക് ഇന്ന് കത്ത് നൽകും. 2.5 വയസ്സുകാരിയെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ മർദ്ദിക്കാറുണ്ടെന്ന് മുൻ ആയ വെളിപ്പെടുത്തിയതിൻ്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. പ്രത്യേക സംഘത്തിൽ മാനസികാരോഗ്യ വിദഗ്ധരും ഉണ്ടാകും. ആലപ്പുഴ കളർക്കോടുണ്ടായ കാറപകടത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചു. എടത്ത പള്ളിച്ചിറ സ്വദേശി ആൽവിൻ ജോർജാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്നലെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇതോടെ കളർക്കോട് കാറപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 6. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് നാടിനെയാകെ നൊമ്പരത്തിലാഴ്ത്തിയ വാഹനാപകടം ഉണ്ടായത്. റോഡ് അപകടങ്ങളിൽ മരണം സംഭവിക്കുന്നത് ഒഴിവാക്കുന്നതിന് നിലവിലുള്ള നിയമങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കുന്നുണ്ടെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉറപ്പുവരുത്തണമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴ കളർക്കോട് 5 വിദ്യാർത്ഥികൾ വാഹനാപകടത്തിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികളായ വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്ത നടപടി ഹൈക്കോടതി റദ്ദാക്കി. വിദ്യാർത്ഥികൾക്കെല്ലാം 3 വർഷത്തെ അഡ്മിഷൻ വിലക്കും സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. പുതിയ അന്വേഷണം നടത്താൻ സർവകലാശാല ആൻറ്റി റാങ്കിംഗ് സ്ക്വാഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. മധു മുല്ലശ്ശേരിയെ ഏരിയ സെക്രട്ടറിയാക്കിയത് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മധുവായാലും ആരായാലും തെറ്റായ ഒരു നിലപാടും വെച്ചുപുറപ്പിക്കില്ലെന്നും ഇത്തരം ആളുകൾ പുറത്തുപോയാൽ പാർട്ടി നന്നാവുകയാണ് ചെയ്യുകയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര കൺവെൻഷൻ ചേർന്ന CPM വിമതർക്കെതിരെ നടപടി ഉടനെ ഉണ്ടാകുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M സതീഷ്, B ശാന്തകുമാർ എന്നിവർക്കെതിരെ നടപടി വൈകുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾ സമ്മേളനത്തിൽ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ജില്ലാ സെക്രട്ടറിയുടെ മറുപടി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.